ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കാന്താരിമുളകും ചുമന്നുള്ളിയും അതുപോലെ വേപ്പില, ഇഞ്ചി ഇത്രയും എടുത്തു വെച്ചിട്ട് നമുക്കൊരു സംഭാരം ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഇത് അമ്മിക്കല്ലേൽ വെച്ച് ഇഞ്ചി, നമ്മുടെ ചുമന്നുള്ളി, കാന്താരിമുളകും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അമ്മിക്കല്ലുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാസിന് നല്ലതാണ് വെളുത്തുള്ളി. അപ്പോൾ അതുകൊണ്ട് അമ്മിക്കല്ലുണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ചെടുക്കൂ. വെളുത്തുള്ളി ചതച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുക്കാം. നമ്മുടെ അമ്മിക്കല്ലേൽ വെച്ച് ചതച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നല്ല ടേസ്റ്റാട്ടോ. ഈ അമ്മിക്കല്ലേലൊക്കെ വെച്ചൊന്ന് ചതച്ചെടുത്ത് നോക്കി. നിങ്ങളുടെ വീട്ടിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചൊന്ന് ചതയ്ക്കുന്നത്, എപ്പോഴും മിക്സിയിലിട്ട് ചതയ്ക്കാണ്ട്. അപ്പോൾ നമുക്കെല്ലാം ചുമന്നുള്ളിയും അതുപോലെ നമ്മുടെ കാന്താരിമുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് വരാം കേട്ടോ. ചുമന്നുള്ളിയും ചതച്ചെടുക്കാം. ചതച്ചിട്ട് പെട്ടെന്ന് വരാം. വേപ്പിലയും കൂടി ചതക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചതക്കണം. നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ച് ചതയ്ക്കുമ്പോൾ അടിപൊളിയാണ്. സൂപ്പർ. ഓക്കേ, അപ്പം എല്ലാവരും നല്ല തൈര് എടുക്കുമ്പോൾ എല്ലാവരും ആവശ്യമില്ലാത്ത മധുരവും അതും ഇതും കുറേ ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞ് പിന്നെ അതിൽ കുറേ പഞ്ചസാര ഇട്ട് എടുക്കണേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇത്തിരി ശുദ്ധമായ തൈര് എടുക്കാം. ദേ നല്ല തൈര്, വേപ്പിലൊക്കെ ഇട്ട് വെച്ച നല്ല തൈര് എടുക്കാം. നിങ്ങളുടെ ദാഹശമനത്തിനാണ്. നിങ്ങൾക്ക് നല്ല തൈര് എടുക്കാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ? നന്നായിട്ട് ഇളക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതിൻ്റെ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ച എല്ലാനും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളി ഒത്തിരി ഒന്നും ഇടണ്ട കേട്ടോ, ഒരു 2 ഇട്ടാൽ മതി. ഒക്കെ ഇട്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ഇടണം കേട്ടോ. ഇതൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. സൂപ്പറാണ്. എൻ്റെ ദൈവമേ, നിങ്ങൾ ഈ ചൂടുകാലത്ത് ഈ ആവശ്യമില്ലാത്ത വെള്ളങ്ങളും ചുമന്ന കളറും നീല കളറും പച്ച കളറും ഒക്കെ കണ്ടിട്ട് ഓടിച്ചെന്ന് ഇത് കുടിക്കാൻ നിൽക്കണ്ട. ഏറ്റവും ബെസ്റ്റ് ഇത് എങ്ങനെ ഒരു ഇതുണ്ടാക്കി തൈര് ഒഴിച്ച് നിങ്ങളുടെ ദാഹം തീരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഗ്ലാസ് കുടിച്ചു നോക്കി. സൂപ്പറാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി എടുത്ത് കുടിക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് കുടിച്ചു നോക്കുക. അടിപൊളിയാണ്. അപ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഷുഗർ കുറയും, നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയും, എല്ലാം കുറയും കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക, കഴിക്കുക. ഓക്കേ.